ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമില്ല എല്ലാവർക്കും? അങ്ങനെ വെക്കേഷൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മുടെ ട്രെയിനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. ആ കാണുന്ന ഇതുണ്ടല്ലോ, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ട്രെയിൻ, ആ ട്രെയിനിലാണ് നമുക്ക് പോകാനുള്ളത്. അങ്ങനെ ട്രെയിന് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരുന്നു. ഇത്തവണ അങ്ങനെ യാത്രകളൊന്നും വേണ്ട എന്നുള്ള പ്ലാനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ സാത്തിക്ക് എന്തോ അവൻ്റെ ഒരു വെക്കേഷൻ കംപ്ലീറ്റ് ആവാത്തത് പോലൊരു ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് വന്ന് ചോദിക്കും, ടൂറിന് പോകുന്നില്ലേ, നമുക്ക് ടൂറില്ലേ, ഒരു ദിവസമെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകാമ്മ, അങ്ങനെയൊക്കെ വന്ന് ഞങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു ദിവസം ഒരു 1 ഡേ ട്രിപ്പ് ആയാലോ എന്ന്. അപ്പോൾ എവിടെ പോകും എന്ന് ചിന്തിച്ച് ഒരു 1 ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ വരിക വയനാടാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ വയനാട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ വയനാട് ഏകദേശം കൺഫേമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഷൈത്തൻ്റെ ഫ്രണ്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തത്. അപ്പം എന്നാൽ പിന്നെ അവിടത്തേക്ക് പോയാലോ എന്ന് വിചാരിച്ചു. ഈ പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോലെയും പോയിട്ട് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചോദിച്ചു, അങ്ങനെ നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടിപ്പിടിച്ച് അങ്ങനെയുള്ള യാത്രകളൊന്നുമല്ല. നമ്മൾ സമാധാനത്തിന് വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യുന്നത്. അപ്പം ആ ഒരു സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ വളരെ കൂളായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹറിബറിയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ച് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്കത് ഒരു ചെറിയൊരു ട്രിപ്പാക്കാമെന്ന് വിചാരിച്ചു. ഇത് ആദ്യത്തെ തവണയാണ് കോയമ്പത്തൂരിലേക്ക് നമ്മൾ പോകുന്നത്. സാത്തിക്ക് യാത്ര എന്ന് പറയുന്നത് ഇതുപോലെ ട്രെയിനിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമല്ലോ, അതൊക്കെ വാങ്ങണം, അതാണ്. ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, കഴിക്കാനുമല്ല, ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് തന്നെ തരും. അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ നമ്മളെ നോക്കും, പക്ഷെ നമ്മളതിലൊന്നും വീഴാറില്ല. പക്ഷേ ഇത് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് വിചാരിച്ചു ഈ വാട്ടർ മെലൺ എന്തായാലും കഴിക്കും, അപ്പം അത് കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിക്കൊടുത്തിയാന്ന്. അങ്ങനെ അവനത് ആസ്വദിച്ചിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തന്നെ തന്നിട്ടുണ്ട്. അതുള്ള വാട്ടർ മെലൺ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇത്തവണത്തെ യാത്രക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഒന്നിക്കൽ ഏർലി മോർണിംഗിലുള്ളത് അല്ലെങ്കിൽ ഈവനിങ്ങിലുള്ള ട്രെയിനോ ബസ്സിലോ പോവുക. ഇത്തവണ ഉച്ചക്കുള്ള ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഏർലി മോർണിംഗിലെ ട്രെയിൻ എന്ന് പറയുമ്പോൾ എനിക്കത് കുറച്ചൊരു ടാസ്ക്കാണ്. സാത്തീനെ എഴുന്നേൽപ്പിക്കുക, അവനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുക, റെഡിയാക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം ഈ ഉറക്കമൊന്ന് തെളിഞ്ഞ് വരാൻ വലിയ പ്രശ്നം. ഉറക്കം വിട്ടുമാറി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആളോക്കെയാണ്, പിന്നെ ആളങ്ങ് റൂട്ടീനിലേക്ക് പോയിക്കോളും. പക്ഷേ അതൊന്ന് ശരി സ്റ്റാർട്ട് ചെയ്ത് വരിക കുറച്ച് പാടാണ്. അപ്പം അത് ഇത്തവണ ആ ഒരു പ്രശ്നം എനിക്കില്ലേനും. പിന്നെ ഈവനിങ്ങിലെ ട്രെയിനിലെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ദിവസത്തെ ക്ഷീണത്തോട് കൂടിയായിരിക്കും, അതായത് ഹോൾ ഡേയിലെ ക്ഷീണവും കൊണ്ടാണ് നമ്മൾ ഒരു യാത്ര പുറപ്പെടുക. അപ്പം അതൊരു എന്താ പറയുക, ഒരു തിരക്ക് പിടിച്ച് അങ്ങനെയൊക്കെ ഒരു ഹറിബറി ആയിരിക്കും. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ ഡെയിലി റൂട്ടീൻ തന്നെയാണ് ഫോളോ ചെയ്യുക. നമ്മൾ ഒരു 12:30 നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഉള്ള പോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ നേരത്തെ തന്നെ ആവും. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ സെറ്റാന്ന്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ബാലൻസ് ഉണ്ടായ ഫുഡ് ഉണ്ടായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു, പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരണം എന്ന് വെച്ചിട്ട് ചെയ്തൊരു കാര്യമൊന്നുമല്ല. അപ്പം കറക്റ്റ് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പറ്റാത്തത് കൊണ്ടും എന്തായാലും ഒരിത്തിരി കൂടുതലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ബാക്കിയുള്ളത് നമ്മൾ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു അനുഭവം. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സാധാരണ എനിക്കത് ഭയങ്കര, എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമുള്ളൊരു കാര്യമല്ലേനും. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം എനിക്കങ്ങനെ ഫുഡ് കൊണ്ടുപോയി കഴിച്ചപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. നല്ല സന്തോഷം തോന്നി. അപ്പോൾ ഇനിയുള്ള നമ്മളെ യാത്രകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മളൊരു പ്ലാന്. നടക്കുമെന്നറിയില്ല, നടക്കട്ടെ. അങ്ങനെ പറഞ്ഞ് നമ്മൾ തമിഴ്നാടൊക്കെ എത്തി. അപ്പം ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ നമുക്ക് കോയമ്പത്തൂരിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കോയമ്പത്തൂരിൽ നമ്മളെ കാത്തിരിക്കുന്നത് വളരെ മനോഹരമായ ചില കാഴ്ചകളാണ്. ഞങ്ങൾ ഒരിക്കലും പോകണമെന്ന് വിചാരിക്കാത്തൊരു സ്ഥലമാണ് കോയമ്പത്തൂർ. എന്തോ നമ്മളെ ലിസ്റ്റിലില്ലാത്തൊരു സ്ഥലമാണ്.
ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ പോകണം, എപ്പോഴെങ്കിലും പോകണം അങ്ങനെയൊക്കെ വിചാരിച്ച സ്ഥലങ്ങളുണ്ടായിരുന്നു. കോയമ്പത്തൂർ അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടില്ലേനു. പക്ഷേ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു 1.5 ദിവസമായിരുന്നു കോയമ്പത്തൂർ ഉണ്ടായിരുന്നത്. നല്ല കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചില എന്താ പറയുക, ചില അത്ര മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് ഒരു ചെറിയ ബിറ്റർ എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നമുക്ക് കോയമ്പത്തൂർ ഒരു നല്ല അനുഭവം തന്നെയാണ്. അപ്പോൾ നമ്മളെ കോയമ്പത്തൂരിലെ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ.